CPM പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ കത്ത് ചോർന്ന സംഭവത്തിൽ പാർട്ടി പ്രതിക്കൂട്ടിൽ. പാർട്ടിക്കെതിരെ ആരോപണമുയരുമ്പോൾ പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും ഒറ്റക്കെട്ടായി ഇറങ്ങുന്ന നേതൃത്വം മൗനം പാലിക്കുകയാണ്. ഷർഷാദിന് പിന്നിൽ EP ജയരാജന്റെ പങ്കും പാർട്ടി പരിശോധിക്കുന്നുണ്ട്. ഷർഷാദിന്റെ പരാതിക്ക് പുറമെ മറ്റു പരാതികളും കേരളത്തിൽ നിന്ന് പോളിറ്റ് ബ്യൂറോയ്ക്ക് ലഭിച്ചു എന്നാണ് വിവരം. അതേസമയം കത്ത് വിവാദത്തിൽ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാട് MV ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായും. പ്രജിത് മോഹൻ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. പ്രജിത്, CPIM-ന്റെ കേരള ഘടകത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ പ്രതിക്കൂട്ടിലാകുന്ന ഒന്നാണ് ഈ കത്ത് വിവാദം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. MV ഗോവിന്ദനാകട്ടെ മുഖ്യമന്ത്രിയാകട്ടെ ഇതിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും തന്നെ ഈ വിഷയത്തിൽ കാര്യമായ പ്രതികരണം കഴിഞ്ഞ 2 ദിവസമായി നടത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. പ്രജിത്ത്, തമ്മിൽ പോരാടുന്ന രാജേഷ് കൃഷ്ണയും ഷർഷാദും തമ്മിലുള്ള ആ ഒരു വിഷയം ഒരു തരത്തിൽ പറഞ്ഞാൽ CPM-നെ പൂർണ്ണമായും പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നതെന്ന് നമ്മൾ പറയേണ്ടി വരും ഗൗതം. കാരണം CPM-ന് ഈ വിഷയം തള്ളാനോ കൊള്ളാനോ കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ തുറന്ന് സംസാരിക്കുന്ന ഒരു നേതാക്കളും ഈ നിമിഷം വരെ കാര്യമായിട്ടുള്ളൊരു പ്രതികരണം അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി വരുത്താനുള്ള തയ്യാറെടുപ്പ് പോലും നടത്തിയിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനൊരു രീതിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ വിഷയത്തെ CPM ഏത് രീതിയിൽ കാണുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്നത്. CPM-നുള്ളിൽ വലിയ രീതിയിലുള്ള പ്രത്യേകിച്ച് EP ജയരാജനെ പോലെ MV ഗോവിന്ദനെതിരെ അവസരം കാത്തിരിക്കുന്ന നേതാക്കൾ പോലും ഈ വിഷയത്തിൽ കർശനമായ നിലപാടുമായി രംഗത്തെത്തുമ്പോൾ അത് കൃത്യമായി പ്രതിരോധിക്കാനുള്ള ഒരു സാഹചര്യം CPM-ന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിലെ ഏറ്റവും ശ്രദ്ധേയമായത്. കാരണം ഈ കത്ത് പുറത്തു വന്നത് അങ്ങനെ വെറുതെ ആരെങ്കിലും ഒരു തരത്തിൽ പറയുന്ന രീതിയിൽ ഈ വ്യവസായികൾ ആരെങ്കിലും തമ്മിൽ പുറത്തുവിട്ടൊരു കത്തായി മാത്രം CPM കാണുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ MV ഗോവിന്ദനെതിരെ അവസരം കാത്തിരിക്കുകയാണ് EP ജയരാജൻ. അപ്പോൾ EP ജയരാജന് ഇതിന് പിന്നിലുണ്ട്, പങ്കുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് CPM-ലെ ചർച്ചകൾ സജീവമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിൽ ഇപ്പോൾ പറയുമ്പോൾ CPM-ലെ പല കഴിഞ്ഞ മന്ത്രിസഭയിലെ മന്ത്രിമാരാകട്ടെ ഈ മന്ത്രിസഭയിലെ ആളുകളാകട്ടെ ഇവർക്കെല്ലാം ഈ വ്യവസായികളുമായിട്ടുള്ള ബന്ധം അതുകൂടി ഒരു വ്യക്തത വന്നിരിക്കുകയാണ്. എന്തായാലും ഈ കത്ത് കോടതിയിൽ എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ കൂടുതൽ ആധികാരികമായ ഒരു രേഖയായി മാറുന്ന ഒരു സമയം ഉണ്ടാകുമെങ്കിൽ CPM-ന് അത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകും. കാരണം സാമ്പത്തിക ഇടപാടുകളടക്കം അതിൽ വ്യക്തമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രതിസന്ധിയിലേക്ക് കൂടി പോകുമോ എന്നുള്ളൊരു ആശങ്കയിൽ തന്നെയാണ് CPM നേതൃത്വമുള്ളത്. കൂടാതെ ഈ CPM-മായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ സമാനമായ വിഷയങ്ങളിൽ നിരവധി പരാതികൾ PBയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വിഷയം കൂടി അതിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ കൂടുതൽ പരാതികൾ കൂടുതൽ ആരോപണങ്ങളൊക്കെ രംഗത്ത് വരുന്നത് കൂടുതൽ ഈ പറയുന്ന രീതിയിൽ കൂടുതൽ ആരോപണങ്ങൾ ഇനിയും പുറത്തു വരുമെന്നുള്ള ആശങ്കയൊക്കെ CPM-നുണ്ട്. ഇതിലേറ്റവും ശ്രദ്ധേയമാകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വിഷയത്തിലെ മൗനം തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ നിലപാട് എന്താണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഏതെങ്കിലും രീതിയിൽ ഒരു പരസ്യ നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി പാർട്ടിക്കകത്ത് ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് MV ഗോവിന്ദൻ എന്ന് പറയുന്ന നേതാവിനെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു പരസ്യ നിലപാടിലേക്കോ CPM-ഓ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ പോകുമോ എന്നുള്ളത് തന്നെയാണ് ഈ വിഷയത്തിൽ ഏറ്റവും കൗതുകരമായിട്ടുള്ള അല്ലെങ്കിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. വിവാദം കത്തുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാകട്ടെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാകട്ടെ ഈ നേതാക്കളെല്ലാം മൗനം തുടരുകയാണ് എന്നതാണ്. കത്ത് വിവാദം പുതിയ തലങ്ങളിലേക്ക് കടക്കുന്നു. EP ജയരാജന്റെ പങ്ക് ഉൾപ്പെടെ ഇപ്പോൾ പാർട്ടി പരിശോധിക്കുന്നുവെന്നാണ് പ്രജിത് മോഹൻ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.